Hi Kids, welcome back to my channel. Kids 2026 എയർഫോഴ്സ് നോൺ കമ്പാറ്റൻ്റ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. ഫോം ഫില്ലിംഗ് ആൾറെഡി സ്റ്റാർട്ട് ആയിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും എങ്ങനെയാണ് എയർഫോഴ്സ് നോൺ കമ്പാറ്റൻ്റ് ഓഫ്ലൈൻ ഫോം പ്രോപ്പറായിട്ട് ഫില്ല് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച്. എയർഫോഴ്സ് നോൺ കമ്പാറ്റൻ്റ് റാലിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ പ്രോപ്പറായിട്ട് ഫോം ഫില്ല് ചെയ്തില്ല എങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് വരത്തില്ല. അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇന്നത്തെ വീഡിയോയിൽ പറയുന്ന ഓരോ കാര്യങ്ങളും പ്രോപ്പറായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ച് അതേപോലെ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് കറക്റ്റായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഫോമിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് കാണിച്ചാൽ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് അതേപോലെ തന്നെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോം റിജക്റ്റ് ആവുന്നതായിരിക്കും, നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡും വരത്തില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്ന ഓഫ്ലൈൻ ഫോം എങ്ങനെ ഫില്ല് ചെയ്യണം എന്നതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് കാര്യങ്ങളാണ്. നോട്ടിഫിക്കേഷൻ വീഡിയോ ആൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സിമ്പിളായി പറയുകയാണെങ്കിൽ ആൺകുട്ടികൾക്ക് മാത്രമേ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. 10ാം ക്ലാസ് പാസ്സായിരിക്കണം, ഹൈറ്റ് 152 സെൻറ്റിമീറ്റർ ഉണ്ടായിരിക്കണം. ഫോം ഫില്ല് ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ആഗസ്റ്റ് 17 ഈ ഒരു ഡേറ്റിന് മുന്നേ തന്നെ എല്ലാ കുട്ടികളും ഫോം ഫില്ല് ചെയ്തിരിക്കണം. ഇതിൻ്റെ സെലക്ഷൻ പ്രോസസിൻ്റെ കാര്യം പറഞ്ഞാൽ ആദ്യം വരുന്ന റിട്ടൺ എക്സാം ആണ്, അതിനുശേഷം ഫിസിക്കൽ ടെസ്റ്റാണ്, പിന്നെ സ്ട്രീം സ്യൂട്ടബിലിറ്റി ടെസ്റ്റാണ്. അതായത് 2 ട്രേഡിലേക്കാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്, ഹോസ്പിറ്റാലിറ്റി ആൻഡ് ഹൗസ് കീപ്പിംഗ്. ഏത് ട്രേഡിലേക്കാണോ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് അതിൻ്റെ ടെസ്റ്റ് ഉണ്ട് അവിടെ. അതിനുശേഷം പിന്നെ മെഡിക്കൽ, പിന്നെ ഫൈനൽ ജോയിനിങ് ലെറ്റർ. പിന്നെ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്, കുട്ടികൾ ഈ ഒരു പോസ്റ്റിലേക്ക് വേക്കൻസി കുറവാണ്. ചിലപ്പോൾ 5 വേക്കൻസി, ചിലപ്പോൾ 10, ചിലപ്പോൾ 15, ചിലപ്പോൾ 20 എന്ന രീതിയിലാണ് വേക്കൻസി വരുന്നത്. എത്രയാണ് വേക്കൻസി എന്ന് ഒഫീഷ്യലായിട്ട് ഇവർ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല, എത്രയാണോ നമുക്ക് പറയാനും പറ്റത്തില്ല. ഫൈനലി കുട്ടികൾക്ക് സെലക്ഷൻ കിട്ടിയിട്ട് മാത്രമാണ് നമുക്കറിയാൻ പറ്റുന്നത് വേക്കൻസി 7 ആയിരുന്നു, 10 ആയിരുന്നു, 20 ആയിരുന്നു എന്നൊക്കെ. വേക്കൻസി വളരെ കുറവാണ്. പക്ഷേ നിങ്ങളും തയ്യാറെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് തയ്യാറെടുക്കുക. ഞാൻ എൻ്റെ എല്ലാ വീഡിയോയിലും എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറയാറുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചു വേണം നിങ്ങൾ ഫോം ഫില്ല് ചെയ്യേണ്ടുന്നത്. താല്പര്യമുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എല്ലാ കാര്യങ്ങളും പറയുന്നതായിരിക്കും. വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളും ഒരു ഡിഫൻസ് ജോബാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഫോളോ ചെയ്തോളൂ. ഡിഫൻസ് ജോബ് കിട്ടുന്നിടം വരെ. സോ സിറ്റ് ബാക്ക്, റിലാക്സ്, എൻജോയ് ദ വീഡിയോ. കേരറ്റ്സ്, അപ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ പറയുന്നതായിരിക്കും കേട്ടോ കുട്ടികളെ. സോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ അറിയേണ്ട ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് ആണ് എയർഫോഴ്സ് നോൺ കമ്പാറ്റൻറ്റ് 01/2027 ഇൻടേക്കിൻ്റെ നോട്ടിഫിക്കേഷനാണ് വന്നിരിക്കുന്നത്. ഫോം ഫില്ലിംഗ് ആൾറെഡി സ്റ്റാർട്ട് ആയിരിക്കുകയാണ്. പ്രൊസീജിയർ ടു അപ്ലൈ. ഫോം ഫില്ല് ചെയ്തതിന് മുമ്പ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ്. ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്, ഫോം എവിടെ നിന്ന് ലഭിക്കും. നിങ്ങൾ ഒട്ടും ടെൻഷൻ അടിക്കേണ്ട. ആന ഡിഫൻസ് അക്കാഡമിയുടെ വാട്സപ്പ് ചാനൽ ജോയിൻ ആകുക, അല്ലെങ്കിൽ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യുമ്പോൾ അവിടെ നിങ്ങൾക്കൊരു ലിങ്ക് ലഭിക്കുന്നതായിരിക്കും. അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്കിതിൻ്റെ ഫോം ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. 4 പേജിലുള്ളതാണ് ഫോം. ഓരോ പേജിലും എന്തൊക്കെ കാര്യങ്ങളാണ് ഫില്ല് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് കാര്യങ്ങൾ ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ ഫോം ഡൗൺലോഡ് ചെയ്തോണം. നമ്മുടെ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഒരു കാര്യം മാത്രം നിങ്ങൾ ചെയ്താൽ മതി. ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ കൂടിയും നിങ്ങൾക്ക് ഫോം ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട പ്രത്യേകം പോയിൻ്റ് എന്താണെന്ന് പറഞ്ഞാൽ, ഏതെങ്കിലും ഒരു ട്രേഡിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒന്നിൽ കൂടുതൽ ട്രേഡിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോം റിജക്റ്റ് ആവുന്നതായിരിക്കും. സെക്കൻഡ് ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ്, ഇത് തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കണം. പ്രോപ്പറായിട്ടുള്ള ഡേറ്റ് ഉണ്ട്. അതായത് ഓഫ്ലൈൻ ആണ് നിങ്ങൾ ഫോം ഫില്ല് ചെയ്യേണ്ടുന്നത്. ആഗസ്റ്റ് 17 ലാസ്റ്റ് ഡേറ്റ്. അതിന് മുന്നേ തന്നെ നിങ്ങളുടെ ഫോം അവിടെ എത്തിയിരിക്കണം. അതിനുശേഷമാണ് എത്തുന്നതെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോം റിജക്റ്റ് ആവുന്നതായിരിക്കും. ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കണം. നമ്മുടെ കേരളത്തിലെ ഓരോ കുട്ടികളും അറിഞ്ഞിരിക്കണം. ഇനി നമുക്ക് ഓരോ കാര്യങ്ങളും നോക്കാം. നോക്കൂ കുട്ടികളെ, ലാസ്റ്റ് ഡേറ്റ് ആഗസ്റ്റ് 17 ഈ ഡേറ്റിന് മുന്നേ തന്നെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോം അവിടെ എത്തിയിരിക്കണം. ഞാൻ ഇനി പറയുന്ന ആ ഒരു അഡ്രസ്സിൽ അവിടെ എത്തിയിരിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് വരത്തുള്ളൂ. നെക്സ്റ്റ് ആണ് ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ്സ്. ഞാനിനി പറയാൻ പോകുന്ന ആ ഡോക്യുമെൻറ്റിൽ, അതായത് ആ 4 പേജിൽ നിങ്ങൾ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യും. അതോടൊപ്പം തന്നെ നിങ്ങൾ കുറച്ച് ഡോക്യുമെൻറ്റ് കൂടി നിങ്ങൾ അയക്കണം ആ അഡ്രസ്സിൽ കേട്ടോ. ആ ഡോക്യുമെൻറ്റ് ഏതൊക്കെയാണ് ഞാൻ പറഞ്ഞു തരാം. നോക്കൂ കുട്ടികളെ, നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്, 10ാം ക്ലാസ്സിൻ്റെ, പാസ്പോർട്ട് ഫോട്ടോ ലേറ്റസ്റ്റ് ആയി എടുത്ത 2 എണ്ണം, പിന്നെ കൺസെൻറ്റ് സർട്ടിഫിക്കറ്റ് ഏതാണെന്ന് അങ്ങോട്ട് ഞാൻ പറയുന്നതായിരിക്കും. അതിൻ്റെ ഫോർമാറ്റ് ഉണ്ട്. പിന്നെ ഡൊമസൈൽ സർട്ടിഫിക്കറ്റ്, നിങ്ങളുടെ കയ്യിലുള്ള പഴയ ഡൊമസൈൽ സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് സെൻഡ് ചെയ്യാവുന്നതാണ്. കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, ആധാറിൻ്റെ കോപ്പി, സെൽഫ് അഡ്രസ്ഡ് എൻവലപ്പ് പ്ലസ് 10 റുപ്പീസിൻ്റെ സ്റ്റാമ്പ്. അതായത് ചെറിയൊരു എൻവലപ്പ് കവർ കൂടി നിങ്ങൾ അതിനകത്ത് വെക്കണം. ആ ഒരു എൻവലപ്പിനകത്ത് നിങ്ങൾ 10 രൂപയുടെ സ്റ്റാമ്പ് പേപ്പറും ഒട്ടിച്ചിരിക്കണം. അതിനകത്ത് നിങ്ങളുടെ അഡ്രസ്സും എഴുതിയിരിക്കണം. എന്തോത്തിനാണ്? നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് അവിടെ നിന്ന് അവർക്ക് അയക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഈ ഒരു എൻവലപ്പ് അതിനകത്ത് വെച്ചില്ല എന്നുണ്ടെങ്കിൽ അവിടുന്ന് ആരും നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് അയക്കത്തില്ല. ക്ലിയർ ആയല്ലോ? അതുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾ ചെയ്യണം. 10 രൂപയുടെ സ്റ്റാമ്പ് പേപ്പർ, പിന്നെ ഒരു എൻവലപ്പ് വെക്കണം. ആ സ്റ്റാമ്പ് പേപ്പർ എൻവലപ്പിന് മുകളിൽ ഒട്ടിച്ചിരിക്കണം. ഇനി ഏത് അഡ്രസ്സാണ് അതിനകത്ത് എഴുതേണ്ടത് എന്നതിനെക്കുറിച്ച് ഞാൻ പറയുന്നതായിരിക്കും വീഡിയോയുടെ അവസാനം. ക്ലിയർ? പിന്നെ ക്യാരക്ടർ സർട്ടിഫിക്കറ്റ്, പിന്നെ ആപ്ലിക്കേഷൻ ഫോം എല്ലാം ക്യാപിറ്റൽ ലെറ്ററിലാണ് നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടുന്നത്.
പിന്നെ പ്രോപ്പർ അഡ്രസ്സിൽ തന്നെ നിങ്ങൾ പോസ്റ്റ് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ ഡ്രോപ്പ് ബോക്സ് ചെയ്യണം. എന്താണ് ഡ്രോപ്പ് ബോക്സ്, ഞാൻ അതും ഈ ഒരു വീഡിയോയിൽ കൂടി പറയുന്നതായിരിക്കും. ഈ ഡോക്യുമെൻറ്റിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെടുക, ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും കേട്ടോ. എല്ലാവരുടെയും കയ്യിൽ ഈ ഡോക്യുമെൻറ്റ് എന്തായാലും കാണും. ഈ ഡോക്യുമെൻറ്റിൻ്റെ എല്ലാം കോപ്പി നിങ്ങൾ അതിനകത്ത് വെച്ചിരിക്കണം. ക്ലിയർ? ഇനി നമുക്ക് നോക്കാം ഫോം എങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നത്. നോക്കൂ കുട്ടികളെ, ഇതാണ് ആപ്ലിക്കേഷൻ ഫോം എന്ന് പറയുന്നത്. ഇതിൻ്റെ ഫോർമാറ്റാണ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യേണ്ടത്. ക്ലിയർ? ഫസ്റ്റ് ആണ് റോൾ നമ്പർ. ഇവിടെ നിങ്ങളൊന്നും ഫില്ല് ചെയ്യേണ്ട, ഇത് ഓഫീസ് സ്റ്റാഫാണ് ഫില്ല് ചെയ്യുന്നത്. രജിസ്ട്രേഷൻ നമ്പർ നിങ്ങൾ ഫില്ല് ചെയ്യേണ്ട കാര്യമില്ല. സ്ട്രീം അപ്ലൈഡ് ഫോർ, ഇത് നിങ്ങൾ ഫില്ല് ചെയ്തിരിക്കണം. അതായത് ഏത് ട്രേഡിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് അത് കറക്റ്റായിട്ട് നിങ്ങൾ ഇവിടെ മെൻഷൻ ചെയ്യണം. ഹോസ്പിറ്റാലിറ്റി എങ്കിൽ ഹോസ്പിറ്റാലിറ്റി എന്ന് എഴുതണം ക്യാപിറ്റൽ ലെറ്ററിൽ. ഹൗസ് കീപ്പിംഗ് എങ്കിൽ ഹൗസ് കീപ്പിംഗ് എന്ന് കറക്റ്റായിട്ട് എഴുതണം. അതിനുശേഷം നിങ്ങളുടെ ഫോട്ടോ ഇവിടെ നിങ്ങൾ ഒട്ടിക്കണം. ഫോട്ടോ ഒട്ടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, സ്ലേറ്റ് പിടിച്ച ഫോട്ടോ ആയിരിക്കണം. അതിനകത്ത് നിങ്ങളുടെ പേര് ക്യാപിറ്റൽ ലെറ്ററിൽ, അതോടൊപ്പം തന്നെ DOP മെൻഷൻ ചെയ്യണം. DOP എന്ന് പറഞ്ഞാൽ ഡേറ്റ് ഓഫ് ഫോട്ടോ എന്നാണ്. ആ ഒരു ഫോട്ടോ എടുത്ത് ആ ഒരു ഡേറ്റ് മെൻഷൻ ചെയ്യണം. ആ ഫോട്ടോ വേണം നിങ്ങളിവിടെ ഒട്ടിക്കേണ്ടുന്നത്. ക്ലിയർ? പിന്നെ നെയിം ഓഫ് ദ ആപ്ലിക്കൻറ്റ്, നിങ്ങളുടെ പേര് ഇവിടെ നിങ്ങൾ മെൻഷൻ ചെയ്യണം. നിങ്ങൾ ആധാർ കാർഡ് നമ്പർ നിങ്ങളിവിടെ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്യണം. 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റിൽ ഏതാണോ നിങ്ങളുടെ നെയിം അതേ സ്പെല്ലിംഗ് തന്നെ ആയിരിക്കണം ഇവിടെ. ക്ലിയർ ആയാലോ? പിന്നെ ഫാദർ നെയിം ഇവിടെ മെൻഷൻ ചെയ്യണം. ഫാദറിൻ്റെ പ്രൊഫഷൻ, അദ്ദേഹത്തിൻ്റെ ജോലി ഇവിടെ മെൻഷൻ ചെയ്യണം. മദർ നെയിം ഇവിടെ നിങ്ങൾ മെൻഷൻ ചെയ്യണം. നിങ്ങളുടെ 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റിലെ കറക്റ്റ് സ്പെല്ലിംഗ് ആയിരിക്കണം ഇവിടെ വരേണ്ടത്. അതിൻ്റെ താഴോട്ട് തന്നെ ബാക്കി എല്ലാ അപ്ഡേറ്റ്സും ഉണ്ട് ഇതേ രീതിയിൽ തന്നെ. ഡേറ്റ് ഓഫ് ബർത്ത്, അതായത് ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറഞ്ഞാൽ എത്ര വർഷമായി എത്ര മാസമായി എന്ന് കറക്റ്റായിട്ട് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് വേണം നിങ്ങൾ ഇവിടെ എഴുതേണ്ടത്. നാഷണാലിറ്റി ഇന്ത്യൻ. മാരീഡ് അപ്ഡേറ്റ്സ്, അൺമാരീഡ് ആയിട്ടുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ, അതുകൊണ്ട് അൺമാരീഡ് ആയിരിക്കണം. ബോഡി ടാറ്റു ഉണ്ടെങ്കിൽ യെസ്, ഇല്ലെങ്കിൽ നോ എന്ന് നിങ്ങൾ മെൻഷൻ ചെയ്യണം. അഡ്രസ് ഫോർ കറസ്പോണ്ടൻസ്, നിങ്ങളുടെ അഡ്രസ് കറക്റ്റായിട്ട് ഇവിടെ മെൻഷൻ ചെയ്യണം. പിൻകോഡ്, പോസ്റ്റ് ഓഫീസ് എല്ലാം കറക്റ്റായിട്ട് മെൻഷൻ ചെയ്യണം. നിങ്ങളുടെ ഇമെയിൽ ID മെൻഷൻ ചെയ്യണം. നിങ്ങളുടെ മൊബൈൽ നമ്പർ മെൻഷൻ ചെയ്യണം. പെർമനൻറ്റ് അഡ്രസ് ഇവിടെ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്യണം കേട്ടോ. പോലീസ് സ്റ്റേഷൻ മെൻഷൻ ചെയ്യണം. ക്ലിയർ ആയാലോ? ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ നിങ്ങൾക്ക്. ഇനി നെക്സ്റ്റ് ആണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ. ക്ലാസ് ഏതാണെന്ന്, 10th 12th ഏതാണെന്ന് വെച്ചാൽ മെൻഷൻ ചെയ്യണം. ഏത് ബോർഡിലാണ് പഠിച്ചത് നിങ്ങളിവിടെ മെൻഷൻ ചെയ്യണം. കേരള ബോർഡ് ഓഫ് പബ്ലിക് എക്സാമിനേഷൻ ഏതാണോ അത് കറക്റ്റായിട്ട് നിങ്ങൾ മെൻഷൻ ചെയ്യണം. സർട്ടിഫിക്കറ്റ് നമ്പർ നിങ്ങൾക്ക് ലഭിച്ച സർട്ടിഫിക്കറ്റിനകത്തുണ്ട്, അത് കറക്റ്റായിട്ട് നിങ്ങളിവിടെ മെൻഷൻ ചെയ്യണം. ലാംഗ്വേജസ് യു ക്യാൻ റീഡ് ആൻഡ് റൈറ്റ്, നിങ്ങൾക്ക് എഴുതാനും വായിക്കാനും ഏതൊക്കെ ലാംഗ്വേജ് അറിയാം എന്ന് നിങ്ങൾ കറക്റ്റായിട്ട് ഇവിടെ മെൻഷൻ ചെയ്യണം. ഇംഗ്ലീഷ്, മലയാളം ഏതാണെന്ന് വെച്ചാൽ അത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഇവിടെ മെൻഷൻ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ്, ഡീറ്റെയിൽസ് ഓഫ് പാസ്റ്റ് സർവീസ്, പ്രസൻറ്റ് ഒക്യുപ്പേഷൻ, അതായത് നിങ്ങൾ എവിടെയെങ്കിലും ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ മെൻഷൻ ചെയ്യണം. പ്രസൻറ്റ് ഒക്യുപ്പേഷൻ, ഇപ്പോൾ എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ അത് നിങ്ങളിവിടെ മെൻഷൻ ചെയ്യണം. ഇസ് യുവർ ഫാദർ ഡിസീസ്ഡ് റിട്ടയർഡ് സെർവിങ് എയർഫോഴ്സ് പേഴ്സൺ, അതായത് നിങ്ങളുടെ ഫാദർ അല്ലെങ്കിൽ മദർ ഇന്ത്യൻ എയർഫോഴ്സിൽ സർവീസ് ചെയ്യുന്നുണ്ടെങ്കിലും റിട്ടയർഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങളിവിടെ മെൻഷൻ ചെയ്യണം. അതിനുശേഷം നിങ്ങളുടെ സിഗ്നേച്ചർ ഇവിടെ ചെയ്യണം. ക്ലിയർ ആയല്ലോ? ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ നിങ്ങൾക്ക്. ഇനി സർട്ടിഫിക്കറ്റ് ബൈ ആപ്ലിക്കൻറ്റ്, ഇതിനകത്ത് നിങ്ങളൊന്നും തന്നെ ചെയ്യാനില്ല, ഇവിടെ നിങ്ങൾ സിഗ്നേച്ചർ മാത്രം ചെയ്താൽ മതി. നെക്സ്റ്റ് ആണ് ഡീറ്റെയിൽസ് സർട്ടിഫിക്കറ്റ്സ് അറ്റാച്ച് ടു ബി ഫിൽഡ് ബൈ ആപ്ലിക്കൻറ്റ്. നിങ്ങൾ എന്തൊക്കെ ഡോക്യുമെൻ്റ് ആണ് അതിനകത്ത് വെച്ചിരിക്കുന്നത് അതെല്ലാം നിങ്ങളിവിടെ ടിക്ക് ചെയ്യണം. ക്ലാസ് 10th മെട്രിക്കുലേഷൻ മാർക്ക് ഷീറ്റ് ആൻഡ് ക്ലാസ് 10 പാസിംഗ് സർട്ടിഫിക്കറ്റ്, ഇത് നിങ്ങൾ വെച്ചോ അതിനകത്ത്. അതായത് ആ ഡോക്യുമെൻ്റ് അങ്ങോട്ട് സെൻഡ് ചെയ്യുമല്ലോ, അതിനകത്ത് നിങ്ങൾ വെച്ച ഡോക്യുമെൻ്റ് ഏതൊക്കെയാണെന്നാണ് ഇവിടെ മെൻഷൻ ചെയ്യുന്നത്. യെസ് വെച്ചിട്ടുണ്ടെങ്കിൽ യെസ് നിങ്ങൾ മെൻഷൻ ചെയ്യണം. സെൽഫ് അഡ്രസ്ഡ് എൻവലപ്പ് വിത്ത് 10 rupees സ്റ്റാമ്പ് നിങ്ങൾ വെച്ചോ? യെസ്. സർട്ടിഫിക്കറ്റ് ഓഫ് എക്സ്പീരിയൻസ് വെച്ചിട്ടുണ്ടെങ്കിൽ യെസ്. ക്യാരക്ടർ സർട്ടിഫിക്കറ്റ് നോട്ട് ഓൾഡർ ദാൻ 6 months, 6 മാസത്തിനുള്ളിൽ എടുത്തതായിരിക്കണം, യെസ് നിങ്ങൾ മെൻഷൻ ചെയ്യണം. ഇതിനകത്ത് നിങ്ങൾ ടിക്ക് ചെയ്യണം കേട്ടോ. ഇതെല്ലാം തീർച്ചയായിട്ടും നിങ്ങൾ വെച്ചിരിക്കണം. നെക്സ്റ്റ് ആണ് കൺസെൻറ്റ് ഫോം. ഞാൻ ആ ഡോക്യുമെൻറ്റിനകത്ത് പറഞ്ഞിട്ടുണ്ട് കൺസെൻറ്റ് ഫോം കേട്ടോ കുട്ടികളെ. ഇവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൺസെൻറ്റ് ഫോം കേട്ടോ. ആ കൺസെൻറ്റ് ഫോമാണ് ഇവിടെ നിങ്ങൾ കാണുന്നത്. ക്ലിയർ ആയാലും? ഇവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൺസെൻറ്റ് സർട്ടിഫിക്കറ്റ്. ആ കൺസെൻറ്റ് സർട്ടിഫിക്കറ്റാണ് നിങ്ങളിവിടെ കാണുന്നത്. ഇവിടെയും 2 ക്രൈറ്റീരിയ ഉണ്ട്, അതും നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. ഇത് നിങ്ങൾ തീർച്ചയായിട്ടും ഫില്ല് ചെയ്ത് തന്നെ അയക്കണം കേട്ടോ കുട്ടികളെ. നോക്കൂ, നിങ്ങളുടെ ഏജ് 18 വയസ്സിൽ കൂടുതലാണെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ 18 വയസ്സിൽ കുറവാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ഫില്ല് ചെയ്തിരിക്കണം. 18 വയസ്സിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ ഇവിടെ ആദ്യം കാൻഡിഡേറ്റ്സ് നെയിം വരും, ഇവിടെ ഫാദർ നെയിം വരും, അതിനുശേഷം പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് വരും, അതിനുശേഷം ഇവിടെ നിങ്ങൾ സൈൻ ചെയ്യുന്നു. ഓക്കെ, സോ ഇത് ഫിസിക്കൽ അപ്ഡേറ്റിനായിട്ടുള്ളതാണ് ഈ ഒരു കൺസെൻറ്റ് ഫോം. ഞാൻ റെഡിയാണ് ഫിസിക്കൽ, ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഞാൻ ഫിസിക്കൽ അറ്റൻഡ് ചെയ്യാനായിട്ട് വരുന്നത് എന്നതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ആണത്. ഇനി നിങ്ങളുടെ ഏജ് ബിലോ 18 years 18 വയസ്സിൽ കുറവാണെന്നുണ്ടെങ്കിൽ ആദ്യം വരുന്നത് നിങ്ങളുടെ ഫാദറിൻ്റെ പേരായിരിക്കും, പിന്നെയാണ് കാൻഡിഡേറ്റിൻ്റെ പേര് വരുന്നത്. അതിനുശേഷം പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത്, ഇവിടെ സിഗ്നേച്ചർ ഓഫ് കാൻഡിഡേറ്റ്സ്, പിന്നെ ഇവിടെ പേരൻസിൻ്റെ സിഗ്നേച്ചറും ആയിരിക്കും വരുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഈ 2 കൺസെൻറ്റ് ഫോമും തീർച്ചയായിട്ടും നിങ്ങൾ സിഗ്നേച്ചർ ചെയ്ത് സെൻഡ് ചെയ്തിരിക്കണം. ഇനി നെക്സ്റ്റ് ആണ്, ഇതാണ് നിങ്ങളുടെ വരുന്ന ആ ഒരു പേജ് എന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങൾ നിങ്ങളുടെ
പേരും അതേപോലെ തന്നെ നിങ്ങളുടെ ഫാദർ നെയിം മാത്രം നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യണം. ബാക്കിയൊന്നും നിങ്ങൾ ഫില്ല് ചെയ്യേണ്ട. അവിടുത്തെ ഓഫീസ് സ്റ്റാഫാണ് ഇത് ഫില്ല് ചെയ്യുന്നത്, ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ. നെക്സ്റ്റ് വരുന്നതാണ് അഡ്മിറ്റ് കാർഡ്. നോക്കൂ കുട്ടികളെ, ഈ ഒരു അഡ്മിറ്റ് കാർഡാണ് നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡായിട്ട് വരുന്നത്. മനസ്സിലായി? അതായത് ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ അവിടുന്ന് നിന്ന് അവർ സെൻഡ് ചെയ്യുന്നതായിരിക്കും ഈ ഒരു അഡ്മിറ്റ് കാർഡ് നിങ്ങൾക്ക്. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ഫോട്ടോ ഒട്ടിക്കണം. ഏത് സ്ട്രീമിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് അത് കറക്റ്റായിട്ട് നിങ്ങൾ മെൻഷൻ ചെയ്യണം. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ പേര് എഴുതണം, ആധാർ കാർഡ് നമ്പർ എഴുതണം, ഫാദർ നെയിം എഴുതണം, മദർ നെയിം എഴുതണം, നിങ്ങളുടെ ഹൗസ് നമ്പർ, വില്ലേജ്, പോലീസ് സ്റ്റേഷൻ, പോസ്റ്റ് ഓഫീസ്, സ്റ്റേറ്റ്, ഡിസ്ട്രിക്ട്, പിൻകോഡ്, ഇതെല്ലാം കറക്റ്റായിട്ട് നിങ്ങൾ മെൻഷൻ ചെയ്യണം. ഇതിന് താഴോട്ട് മിനിമം ഉണ്ട് പേജ്, അത് ഞാൻ നെക്സ്റ്റ് സ്ലൈഡിലാണ് വെച്ചേക്കുന്നത്. നിങ്ങൾക്ക് കാണാം 5, 6, 7, 8 രജിസ്ട്രേഷൻ നമ്പർ, ഡേറ്റ് ഓഫ് റിട്ടേൺ, PFT, സ്ട്രീം സ്യൂട്ടബിലിറ്റി ടെസ്റ്റ്, ടൈം ഓഫ് റിപ്പോർട്ടിംഗ്, വെന്യൂ ഓഫ് റിട്ടേൺ. ഈ 5 മുതൽ 8 വരെയുള്ള ഉണ്ടല്ലോ, ഇത് നിങ്ങളല്ല ഫില്ല് ചെയ്യേണ്ടുന്നത്. അത് അവിടെ നിന്ന് സ്റ്റാഫ് ഫില്ല് ചെയ്തിട്ട് അവരായിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത്. ക്ലിയർ ആയാലോ? എന്നാണ് നിങ്ങളുടെ ഫിസിക്കൽ എവിടെ വെച്ചാണ് നടക്കുന്നത്, എപ്പോൾ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യണം എന്നീ കാര്യങ്ങളാണ് ഈ 5 മുതൽ 8 വരെ കൊടുത്തേക്കുന്നത്. ഇത് നിങ്ങളല്ല ഫില്ല് ചെയ്യേണ്ടത്. ക്ലിയർ ആയാലോ? അതിനുശേഷം ഈ യൂണിറ്റ് സ്റ്റാമ്പ്, ഈ പ്രസിഡിംഗ് ഓഫീസർ, ഇതെല്ലാം ഇന്ത്യൻ എയർഫോഴ്സിലെ സ്റ്റാഫാണ് അപ്ഡേറ്റ് ചെയ്ത് നിങ്ങൾക്ക് അയച്ചു തരുന്നത്. ക്ലിയർ ആയാലോ? ഈ ഒരു അഡ്മിറ്റ് കാർഡാണ് നിങ്ങൾക്ക് വരുന്നത്. അപ്പോൾ ഈ ഒരു അഡ്മിറ്റ് കാർഡിൻ്റെ പേജിനകത്ത് 1 മുതൽ 4 വരെ നിങ്ങൾ ഫില്ല് ചെയ്യണം. അതിനുശേഷം 5 മുതൽ 8 വരെ നിങ്ങൾ ഫില്ല് ചെയ്യേണ്ട. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, അതായത് ഈ ഡോക്യുമെൻ്റ് എല്ലാം നിങ്ങൾ എടുക്കുന്നു, ഈ 4 പേജ് എടുക്കുന്നു, ഇതിനകത്ത് എല്ലാ കാര്യങ്ങളും നിങ്ങൾ കറക്റ്റായിട്ട് എൻട്രി ചെയ്യുന്നു. അതിനുശേഷം നിങ്ങളിത് ഏത് അഡ്രസ്സിലാണ് പോസ്റ്റ് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം. നോക്കൂ കുട്ടികളെ, ഈ ഒരു അഡ്രസ്സിലാണ് നിങ്ങൾ പോസ്റ്റ് ചെയ്യേണ്ടത്. കമാൻഡിങ് ഓഫീസർ, ഹെഡ് ക്വാർട്ടർ, സദേൺ കമാൻഡ്, ആക്കുളം, ഈ അഡ്രസ്സിൽ നിങ്ങളിത് സെൻഡ് ചെയ്യണം. ഇനി എന്താണ് ഈ ഡ്രോപ്പ് ബോക്സ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ, ആഗസ്റ്റ് 17 ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞ് 16 നിങ്ങൾക്ക് മനസ്സിലായത് ഇത് കണക്കൊരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നതായിട്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഡോക്യുമെൻ്റ് എല്ലാം റെഡിയാക്കിയിട്ട് പ്രോപ്പറായിട്ട് നിങ്ങൾ ഒരു കവറിനകത്ത് ഇട്ടിട്ട്, അതായത് ആ ഒരു എൻവലപ്പിനകത്ത് ഇട്ടിട്ട് കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഡ്രോപ്പ് ബോക്സ് ലൊക്കേഷൻ, ഈ ഒരു ലൊക്കേഷനിൽ ചെന്നിട്ട് അവിടെ ചെല്ലുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു ബോക്സ് കാണാൻ പറ്റും. അതിനകത്ത് നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അതായത് അതിനകത്ത് നിങ്ങൾ ഇട്ടാൽ മതി, അവരവിടെ അക്സെപ്റ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഇനി ഈ 2 വേക്കൻസിയാണ് ഇവിടെ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, അതായത് ഏത് പോസ്റ്റിലേക്കാണെന്ന് അത് കറക്റ്റായിട്ട് നിങ്ങൾ നോക്കണം. അതിൻ്റെ വേക്കൻസി അവിടെ ഉണ്ടോ അതോ ഇല്ലയോ എന്ന്. ഹോസ്പിറ്റാലിറ്റി ആൻഡ് ഹൗസ് കീപ്പിംഗ് എല്ലാ സെൻറ്ററിലും വേക്കൻസി ആളുകൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്, ഹോസ്പിറ്റാലിറ്റി ആൻഡ് ഹൗസ് കീപ്പിങ്ങിൻ്റെ. ക്ലിയർ ആയല്ല? അപ്പോൾ പോസ്റ്റൽ അഡ്രസ്സ് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ട്, അതുപോലെ തന്നെ ഡ്രോപ്പ് ബോക്സ് ലൊക്കേഷൻ എന്താണെന്നും മനസ്സിലായിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് ഇത് സെൻഡ് ചെയ്യേണ്ടത്? നോക്കൂ കുട്ടികളെ, ഇതേ കണക്ക് എൻവലപ്പ് നിങ്ങൾ എടുക്കണം. ഇവിടെ 2 എന്ന അഡ്രസ്സ് എഴുതണം. നോക്കൂ, കമാൻഡിങ് ഓഫീസർ, ഹെഡ് ക്വാർട്ടർ, സദേൺ എയർ കമാൻഡ്, യൂണിറ്റ്, ആക്കുളം എന്ന് പറഞ്ഞ് കറക്റ്റായിട്ട് നിങ്ങൾ ഇത് മെൻഷൻ ചെയ്യണം. അതിനുശേഷം നിങ്ങൾ ഈ ഒരു കാര്യം കറക്റ്റായിട്ട് എഴുതണം. ഇത് സ്കിപ്പ് ചെയ്യരുത്. എന്താണെന്ന് പറഞ്ഞാൽ, ആപ്ലിക്കേഷൻ ഫോർ അഗ്നിവീർ വായു നോൺ കമ്പാറ്റൻറ്റ് ഹോസ്പിറ്റാലിറ്റി ആൻഡ് ഹൗസ് കീപ്പിംഗ് എന്ന് കറക്റ്റായിട്ട് നിങ്ങൾ മെൻഷൻ ചെയ്യണം. ഒന്നുകിൽ ഇത് നിങ്ങൾക്ക് ഇവിടെ മെൻഷൻ ചെയ്യാം, അല്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് ഇവിടെ മെൻഷൻ ചെയ്യാവുന്നതാണ്. എവിടെ വേണമെങ്കിലും എഴുതാം. ഇവിടെ നിങ്ങൾക്ക് ഫ്രം അഡ്രസ്സ് നിങ്ങൾ എഴുതിയിരിക്കണം. ക്ലിയർ? ഇങ്ങനെ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ സെൻഡ് ചെയ്തിരിക്കണം. ഇതാണ് പ്രോപ്പർ കവർ എന്ന് പറയുന്നത്. ഇനി അകത്ത് നിങ്ങളൊരു എൻവലപ്പ് വെക്കണം. അതിനകത്ത് ഇവിടെ നിങ്ങളുടെ അഡ്രസ്സാണ് വരേണ്ടത്. മനസ്സിലായ? ഫ്രം ഇവിടെ നിങ്ങളുടെ അഡ്രസ്സ് വരണം. 2 എന്ന് പറഞ്ഞാൽ നിങ്ങൾ കറക്റ്റായിട്ട് എഴുതണം. എന്നാലേ അവർ കറക്റ്റായിട്ട് അതിനകത്ത് സെൻഡ് ചെയ്യത്തുള്ളൂ. അകത്ത് വെക്കുന്ന എൻവലപ്പിനകത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങളുടെ അഡ്രസ്സ് വേണം എഴുതി ഇവിടെ വെക്കേണ്ടുന്നത്. 2 എന്ന് മെൻഷൻ ചെയ്തിട്ട്, അതേപോലെ തന്നെ 10 രൂപയുടെ സ്റ്റാമ്പും കറക്റ്റായിട്ട് നിങ്ങൾ ഒട്ടിച്ചിരിക്കണം. ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന്. വീഡിയോ പരമാവധി ഷെയർ ചെയ്യണം. നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാവുന്നതാണ്. സെപ്പറേറ്റ് വീഡിയോ നമ്മൾ സെറ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇതിനു വേണ്ടി എങ്ങനെ തയ്യാറെടുക്കണം? നിങ്ങൾ എയർഫോഴ്സ് വൈക്ക് വേണ്ടി പഠിക്കുന്നുണ്ടെങ്കിൽ അത് തന്നെ ധാരാളമാണ്. ആ രീതിയിൽ പഠിച്ചു പോയാൽ തന്നെ നിങ്ങൾക്ക് എക്സാം ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ കുട്ടികളെ. എയർഫോഴ്സ് XY മെഡിക്കൽ അസിസ്റ്റൻറ്റ് എന്നീ ട്രേഡിൻ്റെ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. ഇത് Y ക്ലാസ്സിൻ്റെ ഫീസാണ്. XMAയുടെ ഫീസാണ് 4950. ഡെയിലി ലൈവ് ക്ലാസ്സസ് ഉണ്ട്, റെക്കോർഡഡ് ക്ലാസ്സുകളുണ്ട്, സ്റ്റഡി മെറ്റീരിയൽ, പ്രാക്ടീസ് പേപ്പർ, റിവിഷൻ ക്ലാസ്, മോക്ക് ടെസ്റ്റ് എല്ലാം ലഭിക്കുന്നതായിരിക്കും. ധൈര്യമായിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. എയർഫോഴ്സ് Xൻ്റെയും Yയുടെയും MAയുടെയും നോൺ കമ്പാറ്റൻറ്റ്, ഓപ്പൺ റാലി, എയർഫോഴ്സിൻ്റെ എല്ലാ അപ്ഡേറ്റും വളരെ ക്ലിയർ ആയിട്ട് ഷെയർ ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ ആന ഡിഫൻസ് അക്കാഡമിയാണ്. അപ്പോൾ അതേ രീതിയിലുള്ള ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ക്ലാസ്സുകളുമായിരിക്കും നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കാൻ പോകുന്നത്. ജോയിൻ ചെയ്യുക, ഒരിക്കലും നിങ്ങൾക്ക് ചാൻസ് നഷ്ടപ്പെടുത്തില്ല. സ്റ്റേജ് 2 ഫിസിക്കൽ ട്രെയിനിങ്ങും സ്റ്റേജ് 2 SRT ആൻഡ് GDയുടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾ സ്റ്റേജ് 1 ക്വാളിഫൈ ആവുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ എല്ലാം തന്നെ നിങ്ങൾക്ക് ഒരൊറ്റ പ്ലാറ്റ്ഫോമിൽ തന്നെ ലഭിക്കുകയാണ്. ചാൻസ് മിസ് ചെയ്യരുത്. ജോയിൻ ചെയ്യാൻ താല്പര്യം ഉടനെ തന്നെ ജോയിൻ ചെയ്യുക. എക്സാം സ്റ്റാർട്ട് ആകാൻ പോകുന്നത് സെപ്റ്റംബർ 22 ടൈം വളരെ കുറവാണ് ഇനി നമ്മുടെ കയ്യിൽ. ഡിഫൻസിലെ എല്ലാ കാര്യങ്ങളും നമ്മുടെ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും നിങ്ങളുടെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇതാണ് കോളിംഗ് നമ്പർ, ഇതാണ് വാട്സപ്പ് നമ്പർ. ഈ 2 നമ്പറും എല്ലാവരുടെ ഫോണിൽ സേവ് ചെയ്ത് വെക്കുക. അപ്ഡേറ്റഡ് കാര്യങ്ങൾ ഒത്തിരി നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും. വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യുക, നമ്മുടെ പ്ലാറ്റ്ഫോമായിട്ട് കണക്റ്റിലിരിക്കുക. ഡിഫൻസ് റിലേറ്റഡ് എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ഉടനെ കാണാം. താങ്ക് യു സോ മച്ച്. ജയ് ഹിന്ദ്.